പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ അൻവറിനെ പരിഹസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗൗരവത്തോടെ ആരോപണം ഉന്നയിച്ചാൽ അത് ഗൗരവം ഉള്ളതാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ശശിയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അതേസമയം എഡിജിപി RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. തൃശൂർ പൂരം കലക്കിയതിൽ തുടരന്വേഷണത്തിനും സാധ്യതയുണ്ട്. പരസ്യപ്രതികരണം വിലക്കിയിട്ടും പാർട്ടിയെ ധിക്കരിക്കുന്ന PV അൻവറിനോടുള്ള അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അൻവർ നൽകിയ പരാതികളിൽ സർക്കാരും പാർട്ടിയും പരിശോധന നടത്തി വരികയാണ്. എന്നിട്ടും വലതുപക്ഷ ശക്തികളെയും മാധ്യമങ്ങളെയും സഹായിക്കും വിധം ആരോപണങ്ങൾ ആവർത്തിച്ചു. തുടർച്ചയായി വലതുപക്ഷ ശക്തികൾക്കും അതിൻ്റെ മാധ്യമങ്ങൾക്കും സർക്കാരിനെതിരായും അതുപോലെ തന്നെ പാർട്ടിക്കെതിരായും അന്തരീക്ഷത്തിൽ ഒരു മുഴക്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർക്കാണ് സൗകര്യം നൽകിയത്. ഇനി തുടർന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും രീതികളും അവലംബിക്കരുത് എന്ന കാര്യം തന്നെയാണ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം പൂർണ്ണമായും തള്ളിയ ഗോവിന്ദൻ അൻവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല P ശശിയെന്നും പറഞ്ഞു. ഒപ്പം ഗൗരവത്തോടെ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമുള്ളതാകുമോ എന്ന് അൻവറിനെ പരിഹസിക്കുകയും ചെയ്തു. ഗൗരവത്തിലാ ഉന്നയിച്ചത് എന്നുള്ളതുകൊണ്ട് അത് ഗൗരവമാവുമോ? അത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലേ ചർച്ച ചെയ്യാം. അതായത് ശശിയെ ഞങ്ങളെല്ലാം ഒപ്പം പ്രവർത്തിച്ച് വന്ന സഹാക്കളല്ലേ. സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ പതിറ്റാണ്ടുകൾ അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം പ്രഥമ ദൃഷ്ട്യാ ശശിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർവീസ് ചട്ടലംഘനമടക്കം നടന്നിട്ടുണ്ടോ എന്നതിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പ്രാഥമിക പരിശോധന നടത്തും. ഇടതുമുന്നണി യോഗത്തിൽ അന്വേഷണം ഉറപ്പു നൽകിയ ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഉത്തരവ് പുറത്തിറക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ തൃശൂർ പൂരം കലക്കിയതിൽ തുടരന്വേഷണത്തിനുള്ള സൂചനയും മുഖ്യമന്ത്രി നൽകി. അന്വേഷണ റിപ്പോർട്ടിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടിയെന്നും പിണറായി യോഗത്തെ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.